ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വിശ്വസ്തത എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വചനത്തിൽ നിന്ന് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തത, നമ്മൾ മനുഷ്യൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നിങ്ങനെ രണ്ട് ഭാഗമായിട്ട് ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്വഭാവങ്ങളാണ് ന്യായം, കരുണ, വിശ്വസ്തത. ഈ 3 കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ ഏറ്റവും ഘനമേറിയവയാണെന്ന് ദൈവത്തിൻ്റെ വചനം മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ഘനമേറിയ ദൈവത്തിൻ്റെ 3 സ്വഭാവങ്ങൾ ഈ ലോകത്തിന് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയ ഏക വ്യക്തി യേശുവാണ്. എന്നാൽ തൻ്റെ സഭയിലും ക്രിസ്തുയേശുവിനെ പോലെ ആയി തീർന്ന് ഇത് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവസഭയിൽ ഒരു മനുഷ്യൻ ഈ 3 കാര്യങ്ങൾ പുറപ്പെടുവിച്ച് അത് ദൈവം അവനിൽ കണ്ട് അത് അംഗീകരിച്ചാൽ, നട്ടു നനച്ച് വളർത്തി വലുതാക്കിയ ഒരു വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പ്രാപിച്ച കൃഷിക്കാരനോട് ഒക്കുന്നു. ആ കൃഷിക്കാരൻ ആ വൃക്ഷത്തെ മാനിക്കുന്നു, അതിന് വേണ്ടതെല്ലാം മറ്റു വൃക്ഷങ്ങളെക്കാൾ അധികമായിട്ട് അതിന് കൊടുക്കുന്നു, പൂർണ്ണമായ സംരക്ഷണവും ചെയ്യുന്നു. ഇതുപോലെ ന്യായം, കരുണ, വിശ്വസ്തത എന്നിങ്ങനെ 3 ന്യായപ്രമാണത്തിൽ ഘനമേറിയ ദൈവിക സ്വഭാവങ്ങൾ വെളിപ്പെടുത്തിയത് ദൈവം അംഗീകരിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടുന്നു, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു, അവൻ ആത്മീയ മണ്ഡലങ്ങളിൽ അവകാശത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു. സർവോപരി അവൻ ദൈവത്തോടെ എന്നേക്കും വസിക്കാനും ഇടയായിത്തീരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത എന്നത് എന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് അറിവുള്ള ജീവിതങ്ങൾ ഇത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളിൽ അത് ഉണ്ട് എന്ന് ദൈവത്തെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് വിശ്വസ്തത? ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. എങ്ങനെ? അതാണ് വിശ്വസ്തതയുടെ എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു. അതാണ് ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. അതാണ് ദൈവത്തോടുള്ള വിശ്വസ്തത. ഏതൊക്കെ സന്ദർഭങ്ങളിൽ? അത്യല്പത്തിൽ, കുറച്ചേ ഉള്ളെങ്കിലും നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു. അല്പശക്തിയിൽ, അല്പധനത്തിൽ, അല്പ ആരോഗ്യത്തിൽ, അങ്ങനെ അല്പത്തിൽ, അതുപോലെ അന്യമായതിൽ, ഇങ്ങനെ മനുഷ്യന്റെ വിശ്വസ്തത കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല വിശ്വസ്തത. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത് വിവാഹ ഭർത്താവിനോട് അവിശ്വസത കാണിച്ചാൽ അത് ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസതയാണ്. കാരണം യൗവനക്കാരുടെ വിവാഹത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ അതിൻ്റെ സാക്ഷി ദൈവമാണ്. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, ആയുഷ്കാലം മുഴുവനും ദൈവം അവൻ്റെ ആ കുടുംബത്തിൻ്റെ സാക്ഷിയായിരിക്കും. ഒരു കാരണവശാലും ദൈവം അതിൽ ദോഷം വരുവാൻ സമ്മതിക്കുന്നില്ല. അത് ദൈവത്തോട് ചെയ്യുന്ന വിശ്വസ്തയായിട്ട് തന്നെ ദൈവം അവിശ്വസ്തയായിട്ട് തന്നെ ദൈവം കണക്കൂട്ടുകയും ചെയ്യും. ഇവ കാര്യങ്ങളാണ് നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവം വിശ്വസ്തനാണ്, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്.
തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് സാധിക്കുകയില്ല. ആ സ്വഭാവം തന്നെയാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തു വിശ്വസ്തനാണ്. അത് തന്നെ ദൈവത്തിൻ്റെ സഭയിലും കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നവൻ യേശു സ്വർഗസ്വനായ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന ഒരു പാത്രമായി ഈ ലോകത്തിൽ ജീവിച്ചു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അതായത് 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ കർത്താവിൽ ഫലമേൽപ്പിക്കട്ടെ. ഒരു മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. ആരാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കഷ്ടം അനുഭവിക്കുന്നവർ? ബാല്യത്തിൽ നുകം ചുമക്കുന്ന ഒരു പുരുഷന് നല്ലത്. വിശ്വാസത്തിലേക്ക് വന്നാൽ അവൻ്റെ ബാല്യകാലം, ആത്മീക ബാല്യമുണ്ട്, ഭൗതികമായ ബാല്യമുണ്ട്. ആത്മീകമായ ബാല്യകാലമാണ് കർത്താവിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങൾ. ഈ കാലഘട്ടങ്ങളിൽ, അതായത് പാല് കുടിക്കുന്ന കാലം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതിന് 3 ഘട്ടങ്ങളായിട്ട് വേദപുസ്തകം മനുഷ്യൻ്റെ ആയുസ്സിനെ, ആത്മീക ആയുസ്സിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ 1-ാം ഘട്ടമാണ് ബാല്യകാലം, അതായത് പാൽ കുടിക്കുന്ന കാലം. 2-ാം ഘട്ടമാണ് ആഹാരം കഴിക്കുന്ന കാലം. 3-ാം ഘട്ടമാണ് കട്ടിയുള്ള ആഹാരം കഴിക്കുന്ന കാലം. ഇതിൽ 1-ാം ഘട്ടമാണ് പാൽ കുടിക്കുന്ന കാലം. അമ്മയുടെ പാല് കുടിക്കുന്നതിന് ഒരു കാലമുണ്ട്, ഒരു ചെറിയൊരു സമയമാണ്. അത് കഴിഞ്ഞ് വളർന്നാൽ പിന്നെ അവനത് പോരാ, അവൻ ആഹാരം കഴിക്കണം. ഇതുപോലെ മനുഷ്യൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ ബാല്യത്തിൽ ഈ പാൽ കുടിക്കുന്ന സമയത്ത് അവന് ദൈവം കഷ്ടത അനുവദിക്കുന്നതാണ്. ബാല്യത്തിൽ നുകം ചുമക്കുന്ന ഒരു പുരുഷന് നല്ലതാണ്. ആ ബാല്യകാലത്തിൽ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ അവൻ്റെ ജീവിതം നന്നായി തീരും. അത് നമ്മുടെ ഭൗതിക ജീവിതത്തിലും അതെ. ചെറുപ്പത്തിലെ കഷ്ടപ്പെട്ട് വളരുന്ന കുട്ടികൾ പ്രായമാകുമ്പോൾ നല്ല നിലയിൽ, നല്ല ഭാവി ജീവിതത്തിൽ എത്തിച്ചേരുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിലും. മനുഷ്യൻ ആത്മീക ജീവിതത്തിൽ വരുമ്പോൾ ദൈവം അവന് ഈ കഷ്ടത അനുവദിക്കുന്നതാണ്. ആരും കഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എങ്കിലും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ കഷ്ടതയിൽ കൂടി അവൻ കടന്നു പോയേ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് കർത്താവ് കഷ്ടത അനുവദിക്കുന്നത് ബാല്യത്തിൽ. അങ്ങനെ വരുമ്പോൾ ബാല്യത്തിലെ കഷ്ടങ്ങൾ ദൈവേഷ്ടപ്രകാരമുള്ള കഷ്ടതയാണ്. രണ്ടാമത്തത് നന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നത്. ഒരു മനുഷ്യൻ ചെയ്ത നന്മ നിമിത്തം, ഇത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകമാണ്. ഇവിടെ ആരും നന്മ ചെയ്ത് അങ്ങനെ തെളിയാമെന്ന് വിചാരിക്കേണ്ട. കാരണം നമുക്കത് പ്രത്യേകിച്ച് സമൂഹത്തിലുള്ള ഈ സാമൂഹ്യ സേവകരെ നോക്കുമ്പോൾ അറിയാം. അവരുടെ ജീവിതാനുഭവം നമ്മൾ അവരോടൊന്ന് പങ്കിടുമ്പോഴറിയാം, അയ്യോ ഈ മനുഷ്യൻ ആരാണെന്നുള്ളത്. തനിക്കുള്ളത് മുഴുവൻ വിറ്റ് ദാനം ചെയ്ത് തൻ്റെ ആരോഗ്യവും കൊടുത്ത് അവർക്ക് വേണ്ടി ഏറ്റവും നല്ലത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ ഇങ്ങനെ ഇതാണോ മനുഷ്യൻ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും.
പൊതുജനം അതാണ്. കാരണം അവരുടെ തെറ്റല്ല അത്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. ഈ ലോകം ദുഷ്ടന്റെ കൈക്കീഴിൽ കിടക്കുന്നതുകൊണ്ട്, ദുഷ്ടനാൽ അവര് പ്രവർത്തിക്കപ്പെടുന്നതുകൊണ്ട്, അവരുടെ പ്രവൃത്തി ദുഷ്ടന്റെ പ്രവൃത്തിയായിരിക്കും പൊതുവെ. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ അല്ല. കാരണം കർത്താവിനെ അറിഞ്ഞു വരുമ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. കർത്താവ് തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്ന പാഠമാണ് ഈ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് ഞാൻ ഈ ലോകത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് ഈ ലോകം എന്നെ പകച്ചതാണ്. എന്നെ ഉപദ്രവിക്കാവുന്നതെല്ലാം ഉപദ്രവിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകം നിങ്ങൾക്ക് സഹായമാകും, നിങ്ങളെ മാനിക്കും, നിങ്ങളെ അംഗീകരിക്കും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ട, വിശ്വസിക്കുകയും വേണ്ട. അംഗീകാരം ദൈവത്തിൽ നിന്നും മാത്രം, മാനം ദൈവത്തിൽ നിന്നും മാത്രം ആഗ്രഹിച്ചാൽ മാത്രമേ വിശ്വാസത്തിൽ വരാനും അതിൽ നിൽക്കാനും സാധിക്കൂ. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം പോയിക്കോട്ടെ. ദൈവത്താലുള്ള മാനവും ദൈവത്താലുള്ള അംഗീകാരവും മാത്രം ആഗ്രഹിച്ചാൽ മതി. മാത്രമല്ല, ഈ ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഇന്ന് നമ്മളീ കാണുന്ന ഒന്നും നിലനിൽക്കില്ല. മായയാണ്, വഞ്ചനയാണ്, പടം പോലെ മാറിക്കൊണ്ടിരിക്കും. ഒരു കാര്യം നിലനിൽക്കില്ല. ഇന്ന് നമ്മളീ കാണുന്ന കോലാഹലങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കുക, അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിൽക്കുന്നതിനെ നിൽക്കൂ. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴേ തന്നെ മനുഷ്യനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നന്മ ചെയ്താൽ അവന് കഷ്ടതയുണ്ടാകും. നന്മ ചെയ്താൽ നിശ്ചയമായിട്ടും അവനെ ലോകം ഉപദ്രവിക്കും. അപ്പോൾ ബാല്യത്തിൽ നുകഞ്ഞു നോക്കുന്നത് പുരുഷന് നല്ലതാണ്, ദൈവം അംഗീകരിച്ചതാണ്. എന്നാൽ അവൻ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിച്ചാൽ അവന് പ്രസാദമാകും. മൂന്നാമത്തതാണ്, ക്രിസ്തുയേശു വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ കഷ്ടമുണ്ട്. ആ കഷ്ടം ഒരു മനുഷ്യൻ തൻ്റെ ശരീരം മുഴുവനും ഒരു കഷ്ടത വന്നു കഴിഞ്ഞാൽ, കൊരിന്ത്യർ ലേഖനത്തിൽ പഠിക്കുന്നത്, നിങ്ങളിൽ ഏതെങ്കിലും ഒരവയവത്തിന് മാനം വന്നാൽ നല്ല ആ മുഖം കാണാനായിട്ട്, അവൻ്റെ മുഖം കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ എന്ന് ഒരു അംഗീകാരപത്രം കിട്ടിക്കഴിഞ്ഞാൽ മുഖം ശരീരത്തോട് പറയില്ല, അത് എനിക്ക് കിട്ടിയ പുകഴ്ചയാണ്, നിങ്ങൾക്കാർക്കും അല്ല എന്ന് പറയില്ല. കാരണം ഒരവയവത്തിന് സന്തോഷം വന്നാൽ, മാനം വന്നാൽ, ആ അവയവങ്ങളൊക്കെയും അതിനോടുകൂടി സന്തോഷിക്കുകയും ആ മാനം അനുഭവിക്കുകയും ചെയ്യും. ആ മുഖത്തിന് വന്ന അംഗീകാരം കൈക്ക് വന്ന അംഗീകാരമാണ്, കാലിന് വന്ന അംഗീകാരമാണ്, ശരീരത്തിനെല്ലാം വന്ന അംഗീകാരമാണ്. ഇതുപോലെ ഒരു കഷ്ടത ഒരു അവയവത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരമൊക്കെയും ആ കഷ്ടതയുടെ ഭാഗം ഏറ്റെടുത്ത് ഒരുപോലെ ദുഃഖിക്കും. ഇതുപോലെയാണ് ക്രിസ്തുയേശുവിൻ്റെ കഷ്ടം. ക്രിസ്തുയേശു എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൻ്റെ തല മാത്രമാണ്. അതിൻ്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ്. ലോകത്തിൽ വന്നപ്പോൾ തല കഷ്ടതയിൽ തികഞ്ഞ് അനുഭവിച്ചെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റെ ഭാഗം ശരീരം അനുഭവിച്ചേ പറ്റൂ. അത് ഇല്ല എങ്കിൽ ശരീരമല്ലെന്നർത്ഥം. നോക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. വരമാണ്, ഭാഗ്യമാണ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ എന്ന് പറയുന്നത് ഭാഗ്യമാണ്. കാരണം എന്താണ്? ആ കഷ്ടത ഞാൻ അനുഭവിക്കുമ്പോൾ ഓർത്തു കൊള്ളണം, ഈ ശരീരത്തിനൊരു തലയുണ്ടായിരുന്നു,
ഈ ശരീരത്തിന് തലയുണ്ട്. ആ തല അനുഭവിച്ച കഷ്ടത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞാനും അനുഭവിക്കുന്നത്. അതായത് ക്രിസ്തുയേശുവിൻ്റെ ശരീരമായിട്ട് ഞാൻ അംഗീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് ഈ കഷ്ടത. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ തികയാതെ ഞാൻ എൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ തലയ്ക്ക് വന്നിരിക്കുന്ന കഷ്ടതയുടെ ബാക്കി അനുഭവിച്ചവനാണ്. പത്രോസ് അത് അനുഭവിച്ചവനാണ്. ദൈവസഭയിൽ ദൈവം കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരും അത് അനുഭവിക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥമറിയാവുന്നവരും യഥാർത്ഥത്തിൽ അതിൻ്റെ അവസ്ഥ അറിയാവുന്നവരും അത് വരുമ്പോൾ സന്തോഷിച്ച് തുള്ളുകയാണ്. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ നാമനിമിത്തം നിങ്ങളുടെ പേര് വിടക്കെന്നെണ്ണി നിങ്ങളെ തള്ളുമ്പോൾ, സകല ദോഷവും നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവിനെന്നാണ്. എന്താ മാത്രം സന്തോഷിക്കാതിരിക്കുന്നത്? കഷ്ടത കഴിഞ്ഞാൽ നമുക്കറിയാം സന്തോഷം വരും, അത് ശരി. നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. ഇത്രമാത്രം സന്തോഷിക്കാതിരിക്കുന്നത് എന്താ? ഈ ഒരു അംഗീകാരമാണ്. എന്ത്? ഞാൻ ക്രിസ്തുയേശുവിൻ്റെ ശരീരമാണെന്നുള്ള അംഗീകാരമാണ്. ആ നിലയാണ്. എത്രയായി? മൂന്നാമത്തേതായി. 1 ബാല്യത്തിലെ നുകം. 2 നന്മ ചെയ്യുമ്പോഴുള്ള കഷ്ടത. അപ്പോൾ ഇവിടെ മൂന്നാമത്തത് ക്രിസ്തുയേശുവിൻ്റെ കഷ്ടം, യേശുവിൻ്റെ ശരീരമായി തീർന്നതിലുള്ള കഷ്ടത. അടുത്തതാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ പരീക്ഷയ്ക്കായി അഗ്നിശോധനയങ്ങൾ നിങ്ങൾക്ക് ഭവിച്ചിരിക്കുന്ന ഒരു അഗ്നിശോധനയങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യനിമിത്തം, ഒരു അപൂർവ കാര്യനിമിത്തം നിങ്ങൾ അതിശയിച്ചു പോകരുത്. കാരണം നിങ്ങൾക്ക് അഗ്നിശോധന വന്നം. എങ്ങനെ? 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നിങ്ങൾക്കൊരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകണ്ട. നിങ്ങൾക്ക് വന്ന അഗ്നിശോധനയാണ്. എന്താണ് ഈ അഗ്നിശോധന? അഗ്നിശോധന എന്താണ്? ദൈവത്തിൻ്റെ വചനം നമുക്ക് അതിനല്പം നമുക്ക് വചനത്തിൽ നിന്ന് അതിനെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവം എവിടെ പ്രത്യക്ഷപ്പെടുന്നുവോ ആ പ്രത്യക്ഷപ്പെടുമ്പോൾ ചില അടയാളങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇതിലേ പോവുകയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോവുകയാണ്. അതിൽ പ്രധാനമന്ത്രി പോകുമ്പോൾ ഒരു വാഹനങ്ങൾ ഏറ്റവും മുമ്പേ അതിന് പോലീസുകാർ പോയി, രണ്ടാമത് അതിൻ്റെ പിന്നെ മറ്റേ ആംബുലൻസ്, അതിന് പിന്നാലെ സെക്യൂരിറ്റി ഗാർഡ്, ഇങ്ങനെയെല്ലാം പോയതിന് ശേഷം അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പൈലറ്റ് ജീപ്പ്. അത് സംരക്ഷണത്തിനുള്ളതാണ്. അപ്പോൾ അടയാളം പറയുമ്പോൾ ഇങ്ങനെ ചില മുൻപ് പോകുന്ന ചില വാഹനങ്ങളുണ്ട്. എന്നാൽ ഒരു ചാരനിറമുള്ള ജീപ്പ് അതിന് തൊട്ട് മുൻപായിട്ട് പോകും. എന്ന് പറഞ്ഞാൽ അതറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജനം മുഴുവനും ഒന്നാമത്തെ വാഹനം പോയി നോക്കി, രണ്ടാമത്തെ അവർക്ക് അടയാളമുണ്ട്. ഒടുവിൽ ചാരനിറമുള്ള ജീപ്പ് പോയപ്പോൾ അവർ ശ്രദ്ധിച്ചു നോക്കി. കാരണം അവർ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ പിന്നാലെ വരുന്നത് പ്രസിഡന്റാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ വാഹനമാണ്. ഇതുപോലെ തന്നെ ദൈവം എവിടെ പ്രത്യക്ഷപ്പെടുന്നുവോ, എവിടെ ദൈവം സന്നിഹിതനാകുന്നുവോ അവിടെയെല്ലാം അവൻ വരുന്നതിന് മുമ്പ് ചില അടയാളങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, യെഹെസ്കേൽ കാണുന്നു, വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ് വരുന്നു, ഒരു കൊടുങ്കാറ്റ്, പാളിക്കത്തുന്ന തീ വരുന്നു.
അതിൽ ശുക്ലസ്വർണ്ണത്തിനൊത്ത ഒരു കാഴ്ച, അതിൽ കെരൂബുകൾ, ഇങ്ങനെ ചില അടയാളങ്ങൾ ഉണ്ട്. ഇതുപോലെ തന്നെ ഒരിക്കൽ ഇസബേലിനെ ഇസബേലിന്റെ ഭീഷണിയെ തുടർന്ന് ഓടിപ്പോയ ഏലിയാവ് ഒടുവിലൊരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുക. അപ്പൊ അവിടെ ഒന്നും ദൂതൻ ഏലിയാവിനോട് ചോദിച്ചു, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ ഗുഹയ്ക്കകത്തിരിക്കുന്നതിനാ? നീ ഇറങ്ങി പുറത്തു വാ, ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെടാൻ പോവാ, ദൈവം നിന്റെ അടുക്കിലേക്ക് വരാൻ പോവാ. ഏലിയാവ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. ദൈവം പ്രത്യക്ഷപ്പെടാൻ പോകുമ്പോഴത്തേക്കും വലിയൊരു ഭൂമി കുലുക്കം ഉണ്ടായി. ഭൂമി കുലുക്കത്തിൽ ദൈവം ഇല്ലായിരുന്നു. നീ പറഞ്ഞതുപോലെ കൊടുങ്കാറ്റുണ്ടായി, അതിൽ കർത്താവില്ലായിരുന്നു, യഹോവയില്ലായിരുന്നു. അതിനുശേഷം ഒരു തീ പോയി, തീയിൽ യഹോവയില്ലായിരുന്നു. അതിനുശേഷം ഒരു മൃദുസ്വരം, അത് കർത്താവായിരുന്നു. കർത്താവ് യഹോവയെ കാണാൻ പാടില്ല, അവൻ്റെ സ്വരം കേൾക്കാം. അപ്പോൾ ഇതിനൊക്കെയും മുമ്പോട്ട് ഓരോരോ അടയാളങ്ങളായി കൊടുങ്കാറ്റ് പോകുന്നു, ഭൂമി കുലുക്കം പോകുന്നു, തീ പോകുന്നു, ഇങ്ങനെ മുതലായിട്ടുള്ള അടയാളങ്ങളെല്ലാം പോകും. എന്നാൽ കർത്താവ് പോകുന്നതിന് തൊട്ട് മുൻപുള്ള പോകുന്ന അടയാളമാണ് തീ. 97 സങ്കീർത്തനം പറയുന്നത് തീ അവന് മുൻപായി പോകുന്നു. തീ അവന് മുൻപായി, അവന് തൊട്ട് മുമ്പായി പോകുന്നത് തീയാണ്. അപ്പൊ തീ കഴിഞ്ഞാൽ വരുന്നത് കർത്താവാണെന്നർത്ഥം. ഇതുപോലെ തന്നെ സീനായ് പർവ്വതത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടതും അപ്രകാരം തന്നെയാണ്. ഇങ്ങനെ കർത്താവ് എവിടെ പോകുന്നുവോ, ഇങ്ങനെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് എബ്രായലേഖനം 12 അധ്യായത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയാൽ അപ്പോൾ നമുക്ക് സമയം തികയില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം എവിടെ പോകുന്നു അതിന് മുമ്പായിട്ട് തീ ഉണ്ടായിരിക്കും. തീ ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഭൂമികുലുക്കം ഉണ്ടായിരിക്കും. ഭൂമികുലുക്കം ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് കൊടുങ്കാറ്റുണ്ടായിരിക്കും. ഇങ്ങനെ ചില അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളെല്ലാം സംഭവിക്കും. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ. ഇവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇതുപോലെ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വരും, അത് നമ്മുടെ ഉറപ്പാണ്. ഉദയം പോലെ നിശ്ചയമുള്ള ഒരു കാര്യമാണ്, യേശു ഈ ലോകത്തിലേക്ക് വീണ്ടും വരും. പാപം പരിഹാരത്തിനായി, പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി യേശു ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. ഈ വരുമ്പോഴും ഇതുപോലെ തന്നെയുള്ള അടയാളങ്ങൾ സംഭവിക്കും. ഏതൊക്കെ? ഈ ഭൂമി കുലുക്കം ഉണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും, കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകും, ഒടുവിൽ തീയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടും. തീയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിജീവിച്ച് നിൽക്കുന്നവർ കർത്താവിനോട് ചേരും. ഏത് കാര്യങ്ങളൊക്കെ? ഇവിടെ ഉണ്ടാകുന്ന ക്ഷാമം, ഭൂകമ്പം, പ്രകൃതിക്ഷോഭം, അക്രമങ്ങൾ, ഇങ്ങനെയുള്ള ന്യായവിധിയുടെ തീയും കാറ്റുമെല്ലാം ഇവിടെ സമൃദ്ധിയായിട്ടുണ്ടാകും. ഇതെല്ലാം തരണം ചെയ്യാൻ ആർക്ക് കഴിയും? ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനവൻ്റെ ശരീരത്തിൽ ഇത് മുഴുവനും അനുഭവിക്കും. എങ്ങനെ? ഈ പറയുന്ന ക്ഷോഭങ്ങൾ അവൻ ദൈവത്തിൻ്റെ ന്യായവിധികൾ, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ പ്രവാഹങ്ങളൊക്കെ ഇവൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഈ പറഞ്ഞ ഭൂമി കുലുക്കം അത് ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു ഭാഗമായിട്ടായിരിക്കും. ഈ പറയുന്ന കൊടുങ്കാറ്റ് വരുന്നത് തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നത് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും ഞാൻ സിയോൻ പുത്രിയുടെ മലിനതയൊക്കെയും കഴുകിക്കളയും. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ ഈ കൊടും കാറ്റ് അടുപ്പിച്ച് ഇതൊക്കെയും അഴുക്കൊക്കെയും നീക്കിക്കളയും. ഈ പ്രകൃതിക്ഷോഭം പ്രകൃതിയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ വിശ്വാസിയുടെ ജീവിതത്തിലും
ഈ കൊടുങ്കാറ്റും എല്ലാം വന്ന് അവൻ്റെ മലിനതയൊക്കെയും കഴുകിക്കളയും. തീർന്നിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവനെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള തീയെ ആര് തരണം ചെയ്യും? ആര് തരണം ചെയ്യും? ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്, നിത്യദഹനങ്ങളുടെ അടുക്കൽ ആര് പാർക്കും? നിത്യദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാസമയം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തീയാണ് ദൈവത്തിൻ്റെ തീ. ദൈവം എവിടെ പോയിരുന്നാലും അതിന് മുമ്പേ പോകുന്ന ഈ തീയാണ്. അതുകൊണ്ട് എന്താണ് സാധിക്കുന്നത്? തീ അവന് മുൻപായി പോകുന്നു, അവൻ്റെ വൈരികളെയൊക്കെയും ദഹിപ്പിക്കുന്നു. അവൻ്റെ ശത്രുവായിട്ട് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഈ തീയിൽ നശിച്ചു പോകും. അവൻ്റെ ശത്രു ആരാ? അവൻ്റെ ശത്രു പിശാച്. പിന്നെ പിശാചിൻ്റെ പ്രവർത്തികൾ. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തികളുമാണ് അവൻ്റെ ശത്രുക്കൾ. അപ്പോൾ ദൈവം വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് സകല പൈശാചിക അവകാശങ്ങളും അത് നിമിത്തം വന്നിട്ടുള്ള പാപങ്ങളും ഈ തീ ദഹിപ്പിച്ച് കളയും. ഇതിനു വേണ്ടി അയക്കുന്നതാണ് അഗ്നി ശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുന്ന അപൂർവ കാര്യം. വേറെ ആർക്കും ഉണ്ടാവുകയില്ല. അയ്യോബിന് വന്ന കാര്യം വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അബ്രഹാമിനോട് പറഞ്ഞ കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ദാവീദ് അനുഭവിച്ച കാര്യം വേറെ ആരെങ്കിലും അനുഭവിക്കുമോ? ഇല്ല. അപ്പോസ്തലനായ പൗലോസ് ഒരു ചരിത്രം തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചത്. അത് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ഇങ്ങനെ ദൈവം എവിടെ പ്രത്യക്ഷപ്പെടുന്നുവോ ആ പ്രത്യക്ഷതയിൽ ഉണ്ടാകാനുള്ള വെളിപ്പെടാനുള്ള തീ, അവന് മുൻപായി പോകുന്ന തീ, അതിനെ തരണം ചെയ്യുന്നത് ആര്? അതിനെ ആർക്ക് തരണം ചെയ്യാൻ പറ്റും? ഈ ലോകത്തിൽ വെച്ച് തന്നെ അഗ്നിശോധനയിൽ കൂടി കടന്നുപോയവർ, തീയിൽ കൂടി കടന്നുപോയവർ, ഒരു അപൂർവ കാര്യം കർത്താവ് അവന് വരുത്തി തീയിൽ കൂടി കടന്നുപോയവരുടെ മാലിന്യങ്ങൾ, പൈശാചിക അവകാശങ്ങൾ അവരിൽ നിന്ന് നീങ്ങി. എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാധീനങ്ങളും അവനിൽ നീങ്ങി. അവനെ അതിന് അവകാശിയാക്കി. ഇനി പേടിക്കാനില്ല. എന്തിനു പേടിക്കാനില്ല? ഇവിടെ പ്രകൃതിക്ഷോഭം വന്നു, പേടിക്കാനില്ല. ഇവിടെ കൊടുങ്കാറ്റ് വന്നു, പേടിക്കാനില്ല. ഭൂമി ഉലുക്കം വന്നു, അഗ്നിശോധന വന്നു, തീയാൽ ഓഹരിക്കുന്ന അവസ്ഥ വന്നു, അത് പേടിക്കാനില്ല. തീയിൽ കർത്താവ് വന്നു, തീയെ പേടിക്കാനില്ല. ദൈവം അവനെ ആ സ്വർഗീയ തീ അതിജീവിക്കാൻ തക്കവണ്ണം ശുദ്ധീകരിച്ചിരിക്കുന്നു. അവനിൽ എതിരാളിയുടെ സ്വാധീനമോ എതിരാളിയോ അവൻ്റെ പ്രവൃത്തിയോ ഇല്ല. ഇതിനു വേണ്ടിയിട്ടാണ് അവന് ദൈവം കഷ്ടത അനുവദിക്കുന്നത്. അപൂർവ കാര്യത്താലുള്ള കഷ്ടത, അഗ്നിശോധനയിലുള്ള അപൂർവ കാര്യത്താലുള്ള കഷ്ടത. അപ്പോൾ കഷ്ടത എന്ന് പറഞ്ഞാൽ എത്രയായി? ബാല്യത്തിൽ നുകഞ്ഞു നോക്കുന്ന കഷ്ടത, നന്മ ചെയ്യുന്നത് കൊണ്ടുള്ള കഷ്ടത, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടുള്ള കഷ്ടത, അഗ്നിശോധനയാലുള്ള കഷ്ടത. ഇപ്പം ഇതിന് ഓരോന്നിനും ഓരോ ദൈവിക ഉദ്ദേശമുണ്ട്. ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവർ ഏറ്റവും ആദ്യമേ തന്നെ ഉറപ്പാക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന പിഴവ് നിമിത്തമാണോ ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ വന്ന ദൈവദ്രോഹ നിമിത്തമാണോ ഈ കഷ്ടത അനുഭവിക്കുന്നത്? അല്ല. മാത്രമല്ല, ജീവിതത്തിൽ അങ്ങനെയുള്ളതുകൊണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും കുറ്റവിമുക്തമാക്കി തീർക്കാൻ. നമ്മിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം അവനെ അസത്യവാദിയാകുന്നു. പാപമുണ്ട്, കുറ്റമുണ്ട്, കുറവുണ്ട്, ശത്രുവിൻ്റെ സ്വാധീനമുണ്ട്. ഇതൊക്കെയും നീക്കിക്കളയാനായിട്ട്
എന്നെ അഗ്നിശോധനയിൽ കൂടി കടത്തുകയാണ്. ഞാനിന്ന് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ദുഃഖം തന്നെയാണ്, കഷ്ടത തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശ്വസ്തനായ സത്യതാവിങ്കൽ തങ്ങളുടെ പ്രാണനെ ഫലമേൽപ്പിക്കണം. 1 പത്രോസ് 4:19 1 പത്രോസ് 4:19 എഴുതിയിരിക്കുന്ന പ്രകാരം ഇങ്ങനെയുള്ളവൻ വിശ്വസ്തനായ സത്യതാവിങ്കൽ തൻ്റെ പ്രാണനെ ഫലമേൽപ്പിക്കട്ടെ. പ്രാണനെ കർത്താവിൽ കൊണ്ട് ഏൽപ്പിച്ച് സൂക്ഷിച്ചോളണം. കാരണം അതിനൊരു ദോഷം വരുത്തുവാൻ കർത്താവ് സമ്മതിക്കില്ല. ഈ കഷ്ടതയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് ആ പ്രാണനെ തിരിച്ചു തന്ന് ഇയ്യോബിൻ്റെ ജീവിതം കഴിഞ്ഞതുപോലെ, പരീക്ഷ കഴിഞ്ഞതുപോലെ, ദാവീദിൻ്റെ ജീവിതം പരീക്ഷ കഴിഞ്ഞതുപോലെ, പൗലോസിൻ്റെ ജീവിതം പരീക്ഷ കഴിഞ്ഞതുപോലെ, ഓട്ടം തികച്ചതുപോലെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതവും വിശ്വസ്തനായ സത്യതാവ് ആ പ്രാണനെ തന്ന് അവനെ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ അനുഗ്രഹിച്ച് കാക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാണ്. ഈ കഷ്ടതയെല്ലാം വന്നല്ലോ, ഈ നുക എല്ലാം ചുമന്നല്ലോ, ഈ ആക്ഷേപമെല്ലാം വന്നല്ലോ, ഈ ഉപദ്രവമെല്ലാം ചെയ്തല്ലോ. പക്ഷെ പ്രാണനെ തൊടാൻ പറ്റിയില്ല. കാരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് കഷ്ടത അനുഭവിക്കുന്നതെന്ന് മനസ്സിലായ ഉടനെ ആ പ്രാണനെ കൊണ്ടുപോയി കർത്താവിനെ ഏൽപ്പിച്ചു. കർത്താവേ, താങ്ങാൻ സാധിക്കാത്ത നിലയിലുള്ള കഷ്ടതയാണ് വരുന്നത്, പ്രാണനെ കാത്തുകൊള്ളണമേ. അവൻ കാക്കും. അവൻ വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസിച്ചവനെ നമ്മുടെ കഷ്ടതയിൽ പ്രാണനെ ഫലമേൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.